സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. വടകര എസ് ദാസ് സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ നേതൃത്വത്തിൽ വിവിധ കലാകായിക മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള ആദരവും കഴിഞ്ഞ ദിവസം അന്തരിച്ച ഗായകൻ ജയചന്ദ്രൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. എസ് ദാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഗാനരചയിതാവ് ഇ.വി. വത്സൻ അധ്യക്ഷനായി. നമ്മുടെ പ്രേംകുമാർ വടകര സംഗീതം ചെയ്ത ഗാനങ്ങൾക്ക് പുരസ്കാരം ലഭിക്കാറുണ്ട് പല വർഷങ്ങളായിട്ട്. രമേശ് കാവിലാണ് രചന നിർവഹിക്കാറ്. അപ്പോൾ ഒരിക്കൽ പറയാം, ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞ് അങ്ങനെ വന്നാൽ നോക്കുമ്പോൾ ഇവിടെ എന്നേക്കാളും വലിയ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണുള്ളത്. ചടങ്ങിൽ സിനിമാ ഗാനരചയിതാവ് രമേശ് കാവിൽ, സംവിധായകൻ പപ്പൻ നരിപ്പറ്റ, പ്രദീപ് ചോക്ലി, സംഗീതാധ്യാപകൻ സുരേഷ് മണിയൂർ, റസാഖ് കല്ലേരി, പ്രദീപ് അടിയേരി തുടങ്ങിയവർ സംസാരിച്ചു. സന്തോഷം. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇവിടെയുണ്ട്. കലാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പ്രതിഭകളുണ്ട്. ഏതായാലും ജയേട്ടനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. ഈ ഒരു സമയത്ത് ജയേട്ടനും MT ചേർത്ത് വായിക്കാൻ വിചാരിക്കുന്നത്. രണ്ടുപേരും വളരെ അടുത്തായിട്ടാണ് നമ്മളെ വിട്ടുപോയത്. ജയേട്ടനെ സംബന്ധിച്ചോളം എൻ്റെ 2 പാട്ടും അദ്ദേഹം പാടിയിട്ടുണ്ട്. രാജേഷ് ചോറോട് നന്ദി പറഞ്ഞു. ഇത് ടൗൺ ഹാളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടോ ഒക്കെ കിട്ടുന്നതിൻ്റെ 100 ഇരട്ടി മഹാഭാഗ്യമാണ് ഈ ഒരു ചടങ്ങ്. കാരണം പ്രേംകുമാർ മാഷ് ഒരു പേരിനോ പ്രശസ്തിക്കോ ഒന്നും വേണ്ടിയല്ല ഈ ചടങ്ങ്. മാഷിൻ്റെ മനസ്സിൽ തോന്നുന്നതങ്ങ് ചെയ്യുകയാണ്. എല്ലാ തോന്നലുകളാണ് എന്നാണ് പ്രേംകുമാർ മാഷ് പലപ്പോഴും പറയാറ്. ചടങ്ങിൽ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകൻ വാമനൻ നമ്പൂതിരിയെ പ്രേംകുമാർ വടകര പൊന്നാടി അണിയിച്ച് ആദരിച്ചു. അപ്പം ഇന്ന് നമ്മൾ ഈ ദിനത്തിൽ സന്തോഷവും ദുഃഖമുള്ള ദിവസമാണ്. ജയേന്ദ്രന്, അന്തരിച്ച പി ജയേന്ദ്രൻ ഭാവഗായകന് അനുശോചനം നേരുന്നു. എല്ലാവരും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10-18 പാട്ട് ജയേന്ദ്രനെ ഞാൻ പാടിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സിനിമയിൽ പാട്ടും പാടിയിട്ടുണ്ട്. അപ്പം പിന്നെ കൂടെ ഇന്ന് നമ്മളെ എൽസാസിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് സംസ്ഥാന യൂണിവേഴ്സിറ്റി സമ്മാനം കിട്ടിയതിൻ്റെ അനുഭവത്തിനാണ് ഇത്രയും ഇവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലയാളം കാവ്യക്കേളിയിൽ 1ാം സ്ഥാനത്തിന് അർഹരാവുന്നത് വാമനൻ നമ്പൂതിരി അഭ്യസിപ്പിക്കുന്ന വിദ്യാർത്ഥികളാണ്. 88 പേർക്ക് ഇന്നേ വരെ എന്നെ എതിർത്തുകൊണ്ട് കുട്ടികളുണ്ടായിരുന്നില്ല. അതുവരെ പ്രൈവറ്റ് സ്കൂൾ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് വിട്ടതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലാക്കി പഠന കേന്ദ്രം. അപ്പോൾ കുട്ടികൾ ഇഷ്ടം പോലെ അവിടെ വരുന്നുണ്ട്. 10-15 കുട്ടികൾ 2 മണിക്കൂർ നേരം പോകുന്നത് നമ്മളോടൊക്കെ ചോദിച്ചാൽ അറിയില്ല. സംസ്ഥാന തലത്തിൽ ഉപന്യാസ രചനയിൽ 1ാം സ്ഥാനം നേടിയ ദേവനന്ദ ജയസ്, അറബിക് സംഘഗാനത്തിൽ A ഗ്രേഡ് നേടിയ റോബിൻ ജെയിംസ്, ലളിതഗാനത്തിൽ A ഗ്രേഡ് നേടിയ നിരഞ്ജന ശശി, കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ വേദിത നിതിൻ എന്നിവർക്കുള്ള മൊമെന്റോയും ചടങ്ങിൽ കൈമാറി. നമ്മുടെ വിദ്യാർത്ഥികൾ സംസ്ഥാന തലങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടു, അവർക്ക് അവാർഡ് കിട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി എന്ന് പറയുന്നൊരു അനുമോദന ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. നേരത്തെ പ്രദീപ് ചോക്ലി പറഞ്ഞു, പഞ്ച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രധാന വിഷയം തന്നെയാണ്. 2 വരി പാട്ട് പാട്ടെ നിങ്ങൾ കൈയടിച്ച് തരുമോ? കൈയടിച്ച് തരണം. തോറ്റപ്പക്കൂസാതെ നിന്നോല്, വീണപ്പ തന്നെ എണീറ്റോല്, തോൽക്കാതെ നാടിനെ കാത്തോല്, തോറ്റോലല്ലേ ജയിച്ചോല്. തോറ്റപ്പം കൂസാതെ നിന്നോല്, വീണപ്പ തന്നെ എണീറ്റോല്, തോൽക്കാതെ നാടിനെ കാത്തോല്, തോറ്റോലല്ലേ ജയിച്ചോല്. തിന്തകത്തക 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 തെയ്താരോ തക തിന്തകത്തക തെയ്താരോ, തിന്തകത്തക തെയ്താരോ തക തിന്തകത്തക തെയ്താരോ. ആരാ ജയിച്ചോല്? പറഞ്ഞോ, ആരാ ജയിച്ചോല്? തോറ്റോലല്ലേ ജയിച്ചോല്. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ദേവാംഗന ജയസ് JNM സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ കലോത്സവത്തിൽ എനിക്ക് A ഗ്രേഡ് കിട്ടിയത് കാവ്യകേളിയിലും ഉപന്യാസത്തിലുമാണ്. തിരുമുമ്പിലാടുവാൻ പാടുവാനല്ലെങ്കിൽ അരുളിയതെന്തിന്നീ കഴ
താളവും വിരലിൻ കലോത്സവത്തിൽ അറബി ഗാനത്തിലും അറബിക് സംഘഗാനത്തിലും എനിക്ക് വിൻ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ അത് വിഷയം എടുത്തത് ഫലസ്തീനാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഈ അറബിക് സോങ് ഞാൻ 4 വരി പാടിത്തരാം. അതിനു മുമ്പ് ഞാൻ വൈറലായ അംബികാമൃതം എന്ന കീർത്തനത്തിലെ മൂകാംബികാ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള ആ ഭക്തിഗാനം ഫസ്റ്റ് ഞാൻ പാടിത്തരാം. അംബികേ ദേവി ജഗദംബികേ നിങ്ങൾക്ക് വേണ്ടി അയ്യ ഫസ്റ്റ് കിട്ടിയ അറബി ഗാനം കൂടി ഞാൻ പാടാം. കൈ തുഷ്ടിക് ശംസുകി ഫൗകമാനീന വയനാമ സാറുകി മുബ്തസമീ വനറാകി ബിഹൈരിൻ ഹീന തുനാദീന ലിയമാരി ബുയൂതി വബ്സാതി സനുവൈദികി വതനൻ റൂമമാസീന അഹ്റാരൻ നസ്തു മുത്തഹിദീൻ ലൻ നസ്കുത ലൻ നസ്തസ്ലിമ ലാ 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 നഫ്ദികി ദിനഹിയാന ഫിലസ്തീൻ ഫിലസ്തീനി ബിലാദി നഹ്മിലുഹാ. രഞ്ജന ശശി 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗേൾസ് ബാൽശ്ശേരി. അപ്പോൾ എനിക്ക് സംസ്ഥാന തലത്തിൽ HS വിഭാഗം ഗേൾസ് ലളിതഗാന മത്സരത്തിന് A ഗ്രേഡാണ് കിട്ടിയത്. അപ്പോൾ ഈ മനോഹര തീരത്ത് വീണ്ടും ഞാനൊരു കവിയായി ജനിക്കും എന്ന ലളിതഗാനമാണ് ഞാൻ പാടിയത്. പ്രേംകുമാർ വടകര സാറാണ് അത് സംഗീതം ചെയ്തത്. പിന്നെ രമേശ് കാവൽ സാറാണത് എഴുതിയത്. അപ്പോൾ ഞാനൊരു 4 വരി പാടാം. ഈ മനോഹര തീരത്തു വീണ്ടും ഞാനൊരു കവിയായി ജനിക്കും. അരികിൽ നിന്നെയിരുത്തും ഹൃദയം പ്രേമം കൊണ്ടു നിറയ്ക്കും. ഇന്നലെയോളം ഞാൻ പാടാത്തൊരു സുന്ദരഗാനം പാടും നാമതിൽ നമ്മെ മറന്നു ലയിക്കും. നാമതിൽ നമ്മെ മറന്നു ലയിക്കും. കരാട്ടെ കുറേ കാലമായി പഠിക്കുന്ന. ബ്ലാക്ക് ബെൽറ്റിലേക്ക് എത്താൻ കുറച്ച് പാടാണ്. പിന്നെ കരാട്ടയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്രായവും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും കരാട്ടെ ഇനിയും പഠിക്കാം. ഞാനിപ്പോൾ അടുത്ത് കരാട്ടേൻ്റെ ബ്ലാക്ക് ബെൽറ്റ് എടുത്ത സമയത്ത് അവിടെ എടുക്കാൻ പോയ സമയത്ത് 65 വയസ്സുള്ളൊരു അമ്മമ്മ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എടുക്കാൻ ഞങ്ങളോട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴും പഠിക്കാം. ചെറിയ കുട്ടികളോട്ട് എത്ര വലിയ ആളായാലും പഠിക്കാം. നല്ലൊരു കാര്യം തന്നെയാണ്. തീരത്തു വീണ്ടും ഞാനൊരു കവിയായി ജനിക്കും. അരികിൽ നിന്നെയിരുത്തും ഹൃദയം പ്രേമം